5 സീരീസിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിലെ 530D M Sport ആണ്. ഇത് M Sport 2014 ഇറങ്ങിയ പുതിയ 2013 നമ്മളൊരു വീഡിയോയിൽ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഇട്ട ഉടനെ അത് സെയിൽ. വളരെ റയർ വണ്ടിയാണ്. കേരളത്തിൽ തന്നെ ഒറിജിനൽ വളരെ എണ്ണം പറഞ്ഞ വണ്ടികളേ ഉള്ളൂ. ഒറിജിനൽ പെയിന്റ് ആണ്. ബമ്പർ ഒഴികെ ബാക്കിയെല്ലാം ഒറിജിനൽ പെയിന്റ്. നമ്മൾ മെഷീനൊക്കെ വെച്ചിട്ട് ചെക്ക് ഡ്രൈവ് കംഫർട്ട് ആണ് 530നെ പ്രത്യേകത. പിന്നെ 530D എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ BMW എംബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റിലൊക്കെ വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അത്ര ലെങ്ത് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഇരുന്നാലും വീണ്ടും കുറച്ച് സ്പേസ് ഉള്ള രൂപത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, റാസി കാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് 5 സീരീസിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിലെ 530D M Sport ആണ്. ഇത് M Sport എന്ന് പറഞ്ഞ വാഹനം സാധാ 530 എന്നുള്ള വ്യത്യാസമുണ്ട്, 520 എന്നുള്ള വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഇതിനെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അറിയാനുണ്ടാവും, റിവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക്. ഇത് 2014 ഇറങ്ങിയ പുതിയ 2013 ശേഷമുള്ള M Sport വളരെ വ്യത്യാസമുണ്ട്. കാരണം ടിൻ പവർ ടർബോഡ് കൂടി 6 സിലിണ്ടർ ഇൻലൈൻ 6 സിലിണ്ടർ ഡീസൽ വാഹനമാണത്. ഇത് നമ്മൾ കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോയിൽ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഇട്ട ഉടനെ അത് സെയിലായി. പിന്നെ ഇത് പറഞ്ഞാൽ 530 നമുക്ക് കണ്ടെത്താൻ വളരെ റയർ വണ്ടിയാണ്. കേരളത്തിൽ തന്നെ ഒറിജിനൽ വളരെ എണ്ണം പറഞ്ഞ വണ്ടികളേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം 4-5 വണ്ടികൾ അന്ന് 2014 M Sport ഒറിജിനൽ ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കാം. അതിന് മുന്നേറ്റ് നമ്മൾ റാസി കാർസ് വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വിടുന്നതിനനുസരിച്ച് അതിൽ എത്തുന്നതാണ്. പിന്നെ നിങ്ങളതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കണം, ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇറങ്ങിയ, അതായത് 2014 ഇറങ്ങിയെന്ന് പറയുമ്പോൾ M Sport എന്ന് പറഞ്ഞ ഓപ്ഷൻ 530D മുമ്പേ ഉണ്ട്. 2010 മുതലൊക്കെ തന്നെ, 10 മുതലും അതിൻ്റെ മുന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പഴയ ഷേപ്പിലൊക്കെ. ഇത് ന്യൂ ഷേപ്പാണ്. 2009 M Sport ഉണ്ട്, 530 ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്വിൻ പവർ ടർബോ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന് ഈ വണ്ടിയുടെ പ്രത്യേകത, ഇത് സിംഗിൾ സൺറൂഫ് ഉണ്ട്, ഡീസലാണ്, 530D M Sport ഒറിജിനൽ ആണത്. പിന്നെ പുതിയ ന്യൂ ഷേപ്പാണ്. ഇത് ഫ്രണ്ടത്തെ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ 2011 തന്നെ മാറ്റം വന്നു. എങ്കിലും 13 ആയപ്പോഴത്തേക്ക് 14 വീണ്ടും ഒന്നുകൂടി മാറി, ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറി. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് ആണ്. ബമ്പർ ഒഴികെ ബാക്കിയെല്ലാം ഒറിജിനൽ പെയിന്റ്. നമ്മൾ മെഷീനൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്തെടുത്തതാണ്. കസ്റ്റമർ വന്ന് നോക്കിയാൽ അറിയാം, ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഗ്ലാസുകൾ റീപ്ലേസ്മെന്റ് ഇല്ല, ഒറിജിനൽ 2014 ഇറങ്ങി അതേ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത അതേ ഗ്ലാസുകളാണ് എല്ലാത്തിലും ഉള്ളത്. അതിന് നമ്മൾ ഗ്യാരണ്ടിയാണ്. പിന്നെ എഞ്ചിനാണെങ്കിൽ ട്വിൻ പവർ ടർബോ എഞ്ചിനാണ്, സിംഗിൾ ഓണറാണ്, സൺറൂഫ് ഉണ്ട്, ഡീസലാണ്. പിന്നെ മൈലേജ് ഒന്നും ഇത്ര നോക്കുന്നില്ല. ഇതിന്റെ മെയിൻ ഡ്രൈവ് കംഫർട്ടാണ് 530നെ പ്രത്യേകത ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകത, പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകൾ കൊടുത്തിട്ടാണ് കമ്പനി ഇതിനെ ഇറക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ് ലാമ്പിലൊക്കെ ഒരു വേറെ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അലോയ് വീല് 530യുടെ M Sportന്റെ പ്രത്യേക തരം അലോയ് വീലാണ്. ഇവിടെ കണ്ടാലും അറിയാം, M Sportന്
എം സ്പോർട്ട് എന്ന രീതിയിലുള്ള അത് എം സ്പോർട്ട് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ടൈപ്പാണത്, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൻ്റെ അലോയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എം സ്പോർട്ടിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിററിൽ ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പാണ്. ഒരു ബ്ലൂ കളറാണ് വണ്ടി. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ടയറൊക്കെ ഒരു 90-95% 4 ടയറുണ്ട്. അപ്പോൾ അത് പിന്നെ ബാക്ക് ഭാഗമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഒറിജിനൽ, ഒരു റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ടൈൽ ലാമ്പ് ഒക്കെ ഒറിജിനലാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏറെ വില കൂടിയ വണ്ടികളാണ്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ്, സർവീസ്, കമ്പനി റെക്കോർഡ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അതിൽ 530D എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ BMW എംബ്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള ഇപ്പോൾ മൈന്യൂട്ട് സ്ക്രാച്ചൊക്കെ ഇതൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. കാരണം റീപെയിൻറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുള്ളത്. അതിന് കസ്റ്റമർ വന്നിട്ട് അതിപ്പോൾ റീപെയിൻറ്റ് ചെയ്ത് തരണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ലാതെ നമ്മൾ ബോഡിയിലൊന്നും റീപെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടലി നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയുള്ളത്. നമുക്ക് ഇനി ഇന്റീരിയറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇന്റീരിയർ നമ്മൾ നോക്കുമ്പോൾ ഇതിന് പ്രത്യേക ഫസ്റ്റ് തന്നെ നമ്മൾ അട്രാക്ഷൻ അറിയുന്നത് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് വീല് ഇത് ഏറ്റവും ലേറ്റസ്റ്റിലും അതേമാതിരി എം സ്പോർട്ടിലൊക്കെ വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഉണ്ട് എം എഴുതിയിട്ടുള്ളത്. ഇതാണ് ഇതിന് എം സ്പോർട്ടിനെ സൂചിപ്പിക്കുന്നതാണ് എം എന്നുള്ളത്. പിന്നെ 3 ലൈന്, ഈ 2 ബ്ലൂ കളറും ഒരു റെഡ് ലൈനും ആണ് എം സ്പോർട്ടിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റിലൊക്കെ വന്നിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇത് എം സ്പോർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീൽ കിട്ടുന്നത്. പിന്നെ പെഡൽ ഷിഫ്റ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡലാണിത്. പിന്നെ വേറെ പ്രത്യേക ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത് ഇതിൽ. അത് ഇതിന് വേറെ പ്രത്യേകതയാണ്. പിന്നെ നമുക്ക് ഇതിൽ ഹെഡപ്പ് ഡിസ്പ്ലേ എന്ന് പറയും. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ നോക്കിയാൽ ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അറിയാം. അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? സ്ക്രീനിൽ 0 മാർക്ക് കാണുന്നുണ്ട്, കണ്ടോ? ഫ്യൂവലിൻ്റെ അത് കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ മാത്രം പ്രത്യേകതയാണ്. ഇത് ഡ്രൈവർക്ക് കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ നിന്നാൽ മാത്രമേ ഇത് കാണത്തുള്ളൂ. ഇതൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ അറിയാം. നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാ കൺട്രോൾ, സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പിന്നെ മെമ്മറി ഫങ്ഷൻസ്, ഇത് സ്റ്റിയറിംഗ് കൺട്രോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ ഇതിന് മ്യൂസിക് സിസ്റ്റമാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഹെർമാൻ, നമ്മൾ മുന്നത്തെ 1-2 വണ്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെർമാൻ കാർഡോൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോള്, സ്റ്റിയറിംഗ് നമുക്ക് ഉയർത്താൻ താഴ്ത്താൻ, അങ്ങനെ 4 ഓപ്ഷനിലും സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ പരിശോധിക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് വലിയ വിശാലമായിട്ടുള്ള 530 ആയതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ വിശാലമായിട്ടുള്ള ഡിസ്പ്ലേ. ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൽ. സർവീസ് റെക്കോർഡ്, സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. നാവിഗേഷന്, നമുക്ക് ഈ നാവിഗേഷനൊക്കെ നമുക്ക് ഓൺ ആയി കഴിഞ്ഞാൽ മാപ്പൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ കയറി വരും. ഇതൊന്നും ഈ 2014 ഒരു മെഴ്സിഡീസ് ബെൻസിൽ വരെ ഈ ഒരു ഫീച്ചേഴ്സ് ഇല്ല. അപ്പോൾ അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ ടെക്നോളജി ആ സമയത്ത് തന്നെ. ഇത്രയും കാരണം ഇതൊക്കെ അറിയാം. ഇത്രയും ഒരു ഓപ്ഷൻസ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇത് ഇൻബിൽഡ് ആണ്, നമ്മളൊന്ന് കയറ്റിയതോ ചെയ്തതോ എന്നല്ല. അതുപോലെ തന്നെ 530ൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഗിയറിൻ്റെ നോബ്. ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളൊരു നോബാണ് വരുന്നത്. മറ്റേ വേറൊരു ടൈപ്പാണ് 520-ലൊക്കെ വരുന്നത്. 530 ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. പിന്നെ ഇവിടെയുള്ള കൺട്രോൾ കാര്യങ്ങൾ AC കൺട്രോളാണ്. പിന്നെ ഇവിടെയുള്ള മറ്റുള്ള കൺട്രോളുകൾ, പിന്നെ എൻജിൻ സ്റ്റാർട്ടിങ്ങിൻ്റെ സ്വിച്ച്, ബട്ടൺ സ്റ്റാർട്ടാണ് വരിക. ഒരുപാട് കാലം മുന്നേ ബട്ടൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഓഫ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അത് പറയാം എക്കോ മോഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ നമ്മളൊരു ജംഗ്ഷനിൽ ഒരു ട്രാഫിക്കിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബ്രേക്ക് ഫുള്ളായിട്ട് ചവിട്ടി 0 സ്പീഡായി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അതിൻ്റെ ഒരു ഫ്യൂവൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടായി വണ്ടി മുന്നോട്ട് പോകും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് വേറെ വരുന്നത് ഇതിൽ നമുക്ക് മറ്റേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് മോഡ്, എക്കോ മോഡ്, അങ്ങനെ ഒരുപാട് കംഫർട്ട് മോഡ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ എക്കോ പ്രോ മോഡാണ് ഇത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ട് മോഡ് ഉണ്ട്. ഡ്രൈവിൻ്റെ വ്യത്യാസം തന്നെ അറിയാൻ പറ്റും. പിന്നെ വരുന്നത് സ്പോർട്സ് മോഡാണ്. പിന്നെ അടുത്തത് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയും എഞ്ചിനെ ഒന്നും കൂടിയും ട്യൂൺ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ട്യൂൺ ചെയ്ത് ഭയങ്കര 530 ആയതുകൊണ്ട് തന്നെ ഓൾറെഡി വണ്ടി നല്ല പവർഫുൾ ആണ് നോർമൽ തന്നെ. പക്ഷെ ഇത് സ്പോർട്സ് പ്ലസിലൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അത്രയും പവർഫുൾ. നമ്മൾ ബാക്കിലോട്ടൊക്കെ ഇങ്ങനെ നീങ്ങി പോകുന്ന രീതിയിലാണ് അതിന്റെ കൺട്രോളിംഗ് ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് വേറെ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതിന്റെ സീറ്റിന്റെ ഇവിടെയൊക്കെ ഇപ്പൊ ഇത് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം. ഇപ്പൊ ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം. ഇതിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പ്രത്യേകത. ഒക്കെ എം സ്പോർട്ട് ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണ്. ഇവിടുന്ന് മാത്രമുള്ള കൺട്രോൾ സപ്പോർട്ട് ഒത്തുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ പിന്നെ നോർമലി വരുന്ന പോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ. പിന്നെ ഓട്ടോ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റമാണ് ഇതിൽ. ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്താൽ ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി എൻഗേജ് ആവും.
അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടിയാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നമുക്ക് റിവ്യൂ. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് സൺറൂഫ് ആണ്. സൺറൂഫ് നോർമലി സിംഗിൾ സൺറൂഫാണ്. ഇത്തരം വണ്ടികളിലൊക്കെ അന്ന് സിംഗിൾ സൺറൂഫേ വന്നിട്ടുള്ളൂ. ഓപ്പണിങ് ക്ലോസിങ്ങും ഒക്കെ നല്ല കറക്റ്റ് പക്ക വർക്കിംഗ് ആണ്. ഒരു സംഗതി പോലും ഇതിൽ വർക്ക് ചെയ്യാത്തതും ഇല്ല. എല്ലാം ക്വാളിറ്റിയിലുമാണ് ഉള്ളത്. കാരണം ഇത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് തരുന്ന സമയത്ത് ഉപയോഗിച്ച കസ്റ്റമർ ആയിരുന്നെങ്കിൽ ഡൽഹി എയിംസിലെ ഒരു ഡോക്ടറാണ്. ഡൽഹി എയിംസിലെ ഡോക്ടർ ഉപയോഗിച്ച വാഹനമാണിത്. അവരെ കയ്യിൽ നിന്നാണ് നമ്മൾ നേരിട്ട് വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഡെലിവറി എടുക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ ആൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വണ്ടി. ലോ കിലോമീറ്റർ നമുക്ക് 72,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് റെക്കോർഡ് കൂടിയാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ പിറകെ വശം പരിശോധിക്കുമ്പോൾ അത്യാവശ്യം എസ് ക്ലാസ്സിലേത് പറയാവുന്ന പോലെ തന്നെ അത്രയും ഒരു എസ് ക്ലാസിൻ്റെ ഒക്കെ അത്ര ലെങ്ത് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഇരുന്നാലും വീണ്ടും കുറച്ച് സ്പേസ് ഉള്ള രൂപത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കർട്ടൺ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കർട്ടനും ഉണ്ട്. ഈ ചെറിയ വിൻഡോയിൽ സാധാരണ കാണാറില്ല. ഇവിടെയും കർട്ടൺ ഉണ്ട്, ഇവിടെയും കർട്ടൺ ഉണ്ട് നമുക്കിതിൽ. പിന്നെ നമുക്ക് ഇവിടെ TV വരുന്നുണ്ട്. ഇതിൽ എന്താ നമുക്ക് കൺട്രോൾ, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. ഇവിടെ സെപ്പറേറ്റ് CD ഒക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് കണക്ഷൻ, പിന്നെ ഹെഡർ, പിന്നെ നമുക്ക് മൈക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കൈ വെക്കാൻ ഇവിടെ ഒരു ഇതിൻ്റെ കൺട്രോളിങ് റിമോട്ട് കാര്യങ്ങളൊക്കെ. ഇതൊന്നും സാധാരണ ആരും കീപ്പ് ചെയ്യാറില്ല. ഒക്കെ മിസ്സിങ് ഒക്കെ ആയി പോകാറുണ്ട്. ഇതൊക്കെ കസ്റ്റമർ അത്രയും നല്ല യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആയതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അത്രയും നല്ലൊരു യൂസേജ് നടന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരുപാട് ഓടിക്കാതെ ഉള്ള യൂസേജാണ്. പിന്നെ ഡോക്ടർമാരൊക്കെ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സർവീസും കാര്യങ്ങളും കറക്റ്റാണ് ലാസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ അവർ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമ്മളടുത്ത് ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. കസ്റ്റമർ വരുമ്പോൾ നമ്മളത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയും നല്ലൊരു ക്ലീൻ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രയും നീറ്റിലാണ്, വളരെ ക്ലീൻ ആയിട്ടാണ് ഇന്റീരിയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഓൾമോസ്റ്റ് ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്തൊക്കെയാണ് കാര്യങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇങ്ങനെ ഒരു നീറ്റിൽ ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി കിട്ടിയിട്ടില്ല എന്ന് പറയാം. കാരണം റീപെയിൻറ്റും ഇല്ല, പിന്നെ റീപ്ലേസ്മെൻറ്റും ഇല്ല. ഗ്ലാസോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത ഒറിജിനൽ അതേ വർഷത്തിലുള്ളതാണ്, സർവീസ് റെക്കോർഡോട് കൂടി. അതിൻ്റെ കാര്യമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ സൺറൂഫ് വരുന്ന ഡീസൽ 530D M സ്പോർട്ടും കൂടിയാണ്. സ്റ്റിയറിംഗ് വീലൊക്കെ ന്യൂ ഷേപ്പിൽ വരുന്നതാണ്. അലോയ് വീല് കാര്യങ്ങളൊക്കെ ന്യൂ ഷേപ്പാണ്. ഇൻഡിഫറൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടതിനറിയാം. പിന്നെ സർവീസ് റെക്കോർഡുണ്ട്. 72,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതിൻ്റെ സർവീസ് റെക്കോർഡോട് കൂടിയാണ് വണ്ടി കൊടുക്കുക. അപ്പോൾ വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം. സർവീസ് റെക്കോർഡും ബില്ലുകളൊക്കെ കാണിച്ചു കൊടുക്കാം. പിന്നെ സെക്കൻഡ് ചാവിയും അവൈലബിൾ ആണ്. സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഉള്ള നിലവിലുള്ള HR രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. നമ്മൾ NOCയിലാണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്. 17,95,000 ഓൾമോസ്റ്റ് ഒരു ഫൈനൽ റേറ്റ് ആണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോസിയേഷൻ ഉണ്ടാവുള്ളൂ. കാരണം വണ്ടി നിങ്ങൾക്ക് വന്നാണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകാൻ കഴിയത്തില്ല. കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം നമ്മുടെ അടുത്തുള്ളതും പിന്നെ ഈ മാർക്കറ്റിൽ വളരെ കുറച്ചുള്ള അവൈലബിൾ. എന്നാലും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള റേറ്റ് ആ ക്വാളിറ്റി നിലനിർത്തിയിട്ട് പ്രൈസ് കുറച്ചിട്ട്, അതാണ് നമ്മൾ വണ്ടികളൊക്കെ വിൽക്കുന്ന ഉദ്ദേശം, ചെറിയൊരു പ്രോഫിറ്റിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രൈസ് 17,95,000 ആണ്. പിന്നെ ഇതിൻ്റെ IDV ആണ് 21 ലക്ഷം IDV ഉണ്ട്. നമുക്ക് 21 ലക്ഷം IDV പറഞ്ഞാൽ അത്രയും കൂടിയിട്ട് നോ ക്ലെയിം വണ്ടിയാണ്. ഇതുവരെ ക്ലെയിമൊന്നും കയറിയിട്ടില്ല അങ്ങനത്തെ ഒരു വാഹനം. അപ്പോൾ നമ്മൾ റാസി കാർസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ M സ്പോർട്ടറാണ്, ഒരുപാട് ഫീച്ചേഴ്സുള്ള എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന നമ്മളെ എൻക്വയറി ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീണ്ടും നോക്കിയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർ കോൾ ചെയ്തോളൂ. കാരണം ഇങ്ങനത്തെ റയർ പീസ് വണ്ടി മാർക്കറ്റിലില്ല, കിട്ടാൻ വളരെ പ്രയാസമാണ്. നല്ലൊരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.